മലയാള സിനിമയുടെ അഭിമാനവും പ്രതീക്ഷയുമാണ് ദുൽഖർ സൽമാൻ. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മകൻ എന്ന താരപ്പട്ടിട്ടുകളൊന്നുമില്ലാതെയാണ് ദുൽഖർ തന്റെ സിനിമാ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത്. തീർത്തും നവാഗതരായ ഒരു കൂട്ടം ചെറുപ്പക്കാർ വളരെ ചെറിയ ബഡ്ജറ്റിൽ ഒരുക്കിയ സെക്കൻഡ് ഷോ എന്ന സിനിമയിലൂടെ യാതൊരു താരപരിവേഷമോ ഹൈപ്പോ ഇല്ലാതെയാണ് ദുൽഖറിന്റെ തുടക്കം. മെഗാസ്റ്റാർ മമ്മൂക്കയുടെ മകൻ എന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ കരുത്തിലല്ല ദുൽഖർ സൽമാന്റെ സിനിമാ കരിയർ മുന്നോട്ട് പോയത്. ഇന്നിപ്പോൾ ഇന്ത്യൻ സിനിമാ ലോകത്തെ ഏറ്റവും മികച്ച യുവതാരങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിൽ തന്നെ ദുൽഖർ സൽമാനും സ്ഥാനമുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ നായകനാവുകയും അവിടെയെല്ലാം തന്റെ ചിത്രങ്ങൾ സൂപ്പർ വിജയമാക്കുവാനും ദുൽഖറിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റു പല സൂപ്പർ താര പദവിയുള്ള താരങ്ങളും തങ്ങളുടെ ഭാഷകളിൽ സിനിമകൾ ചെയ്യുകയും പിന്നീട് മറ്റു ഭാഷകളിലേക്ക് ഡബ് ചെയ്ത് പാനിന്ത്യൻ ചിത്രമായി എത്തിക്കുകയും ചെയ്യുമ്പോൾ ദുൽഖർ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാകുന്നത് അതത് ഭാഷകളിൽ നായകനായി അഭിനയിക്കുകയും സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ്. മലയാളത്തിലെന്ന പോലെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമെല്ലാം ഇതിനോടകം മികച്ച ആരാധകവൃന്ദത്തെ സൃഷ്ടിക്കുവാനും ദുൽഖറിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും തെലുങ്കിൽ വലിയ സ്വീകാര്യതയാണ് ദുൽഖറിനുള്ളത്. വൈജയന്തി മൂവീസിന്റെ ബാനറിൽ നിർമ്മിച്ച സീതാരാമം എന്ന എവർഗ്രീൻ ക്ലാസിക് ചിത്രത്തിന് തെലുങ്കിന് പുറമെ ഇന്ത്യയിലെ മറ്റെല്ലാ പ്രധാന ഭാഷകളിലും വലിയ വിജയമാകാൻ കഴിഞ്ഞു. മലയാളത്തിൽ അവസാനമായി ദുൽഖറിൻ്റെതായി പുറത്തുവന്ന ചിത്രം കിങ് ഓഫ് കൊത്തയാണ്. ചിത്രത്തിന് വലിയ പ്രേക്ഷക സ്വീകാര്യത ലഭിച്ചിരുന്നില്ല. സിനിമയ്ക്ക് പ്രേക്ഷക പ്രതീക്ഷകൾക്കൊത്തുയരുവാൻ കഴിയാത്തത് നെഗറ്റീവായി ബാധിച്ചു. വളരെ മോശം തിരക്കഥയും കഥാപാത്ര സൃഷ്ടിയും കിങ് ഓഫ് കൊത്തയുടെ പ്രധാന പോരായ്മകളാണ്. പുതിയ മലയാള ചിത്രങ്ങളൊന്നും ദുൽഖറിൻ്റേതായി ഒഫീഷ്യലായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും RDX എന്ന സിനിമയുടെ സംവിധായകൻ നഹാസ് ഹിദായത്തിന്റെ സിനിമയിലാകും ദുൽഖർ മലയാളത്തിൽ ഇനി അഭിനയിക്കുക എന്ന സൂചനകളുണ്ട്. വെങ്കി അറ്റ്ലൂരി സംവിധാനം ചെയ്യുന്ന ലക്കി ഭാസ്കർ എന്ന തെലുങ്ക് ചിത്രമാണ് ദുൽഖറിൻ്റേതായി ഇനി തിയേറ്ററിൽ എത്തുക. സെപ്റ്റംബർ 7-നാണ് സിനിമയുടെ റിലീസ്. പാൻ ഇന്ത്യൻ ചിത്രമായാണ് ലക്കി ഭാസ്കർ ഒരുങ്ങുന്നത്. തെലുങ്കിൽ വൈജയന്തി മൂവീസ് ഒരുക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലും ദുൽഖർ അഭിനയിക്കുന്നുണ്ട്. തമിഴിൽ കാന്ത എന്ന സിനിമയിലും ദുൽഖർ നായകനാകും. കൂടാതെ കൽക്കി 2-വിലും ദുൽഖർ ഒരു നിർണായക കഥാപാത്രമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തും. കൂടുതൽ മികച്ച സിനിമകളും വിജയങ്ങളുമായി ദുൽഖറിന് ഇനിയും ഒരുപാട് കാലം പ്രേക്ഷക ഹൃദയങ്ങളെ കീഴടക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ദുൽഖർ സൽമാന് ഞങ്ങൾ ജന്മദിനാശംസകൾ നേരുന്നു. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.